ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ വിൽ ഫ്ലൈ എന്നൊരു ചാപ്റ്ററാണ്. ഇത് ആരുടെ ചാപ്റ്ററാണ്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എഴുതിയൊരു ചാപ്റ്ററാണ്. എ പി ജെ അബ്ദുൽ കലാമിനെ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ. യെസ്, ഓക്കെ. അദ്ദേഹത്തിന്റെ കുറച്ച് വരികളായിട്ടാണ് ഇത് തുടങ്ങുന്നത്. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹു ഐ ആം, എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. ഈ ഒരു ലൈൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ഞാൻ എന്ത് വിഷ് ചെയ്താലും, ഞാൻ ആരാണ് എന്ന ഡിഫറൻസ് ഒന്നുമില്ല, എന്ന വ്യത്യാസമില്ലാതെ ഞാൻ എന്ത് വിഷ് ചെയ്താലും അത് നടക്കണം. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്തായാലും നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Dear friends, I realize how the contributions of the youth in the past have continuously contributed to the world of today in my fields. ഞാൻ മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന എന്ത്, നമ്മുടെ യുവത്വത്തിന്റെ സംഭാവനകൾ എങ്ങനെ നമ്മുടെ ലോകത്തെ, ഇന്നത്തെ നമ്മുടെ യുവത്വത്തിന്റെ സംഭാവനകൾ നമ്മുടെ ലോകത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത്, ഏതൊക്കെ വിവിധ തരം മേഖലകളിൽ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു. ഐ വുഡ് ലൈക്ക് ടു അസർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. എനിക്ക് തോന്നുന്നത് എന്താണ്, ഇന്നത്തെ യുവത്വത്തിന് നാളെക്കുറിച്ച് ഭയക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വൈ, എന്തുകൊണ്ടാണ്? The ignited mind of the youth is the most powerful resource on the earth. ആ ഒരു യുവത്വത്തിന്റെ ആ ഒരു കത്തിജ്വലിക്കുന്ന മൈൻഡ്, അതാണ് എന്ത്, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പവർഫുൾ റിസോഴ്സ്. ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ യുവത്വത്തിന്റെ കത്തിജ്വലിക്കുന്ന ആ ഒരു മൈൻഡാണ്. അണ്ടർ ദ എർത്ത്, ഭൂമിക്ക് താഴെയും, ആൻഡ് എബോവ് ദ എർത്ത്, ഭൂമിയുടെ മുകളിലും. ഡിയർ യങ് ഫ്രണ്ട്സ്, എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഏത് ടോപ്പിക്കാണ്? ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകൾ കൊണ്ട് ജനിക്കപ്പെട്ടിരിക്കുന്നവ, ഞാൻ ജനിക്കപ്പെട്ടത് ചിറകുകൾ ഉള്ളതായിട്ടാണ്. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, ഐ വെന്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ. ഞാൻ കഴിഞ്ഞ വർഷം എവിടേക്ക് പോയി? ഒരു വില്ലേജിലേക്ക് പോയി. ശാസ്ത്രയാൻ എന്നൊരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാമത്തിലേക്ക് പോയി. വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അതിനർത്ഥം എന്തായിരുന്നു? സയൻസിന്റെ സ്പ്രെഡിങ്, സയൻസിന്റെ സ്പ്രെഡ് ചെയ്യുക, പരത്തുക എന്നതായിരുന്നു അതിന്റെ ആ ഒരു മീനിങ്. The mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. ആ ഒരു ശാസ്ത്രയാൻ എന്ന ഒരു പ്രോഗ്രാമിന്റെ എന്തായിരുന്നു? കുറെ സ്റ്റുഡൻസിനെ, 2000-ഓളം സ്റ്റുഡൻസിനെ, വിവിധ മേഖലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള 2000-ഓളം സ്റ്റുഡൻസ്, അവരെ എന്തിനെ തയ്യാറാക്കുക? ടു മേക്ക് എലിജിബിൾ ടു ബി എഞ്ചിനീയേഴ്സ്, എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട്, സയന്റിസ്റ്റ്, ശാസ്ത്രജ്ഞന്മാരാവാൻ വേണ്ടിയിട്ട്, ഡോക്ടേഴ്സ് ആവാൻ, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. ഇങ്ങനെ ഈ ഒരു ഫീൽഡുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക. ആരെ? വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 2000 സ്റ്റുഡൻസിനെ പ്രാപ്തരാക്കുക എന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം. Empower about 2,000 families of the village. This action would in turn empower about 2,000 families of the village. ഈ ആക്ഷൻ എന്തായാലും ശക്തിപ്പെടുത്തും എന്തിനെ? ആ ഗ്രാമത്തിലെ 2000 കുടുംബങ്ങളെ. 2000 പേരെ ഒരു വിവിധ സ്കൂളുകളിൽ നിന്നും 2000 പേരെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ 2000 ആളുകളും ഓരോ ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് മുഖേന നമുക്ക് 2000 കുടുംബങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിയും എന്നാണ് ഡോക്ടർ സാർ പറയുന്നത്. My inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. ശാസ്ത്രം നാഷനെ ശക്തിപ്പെടുത്തുന്നു എന്നാണ്
ഇതിന്റെ ആ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ എന്റെ ഇനോഗ്രൽ അഡ്രസ് നടത്തി. ആ ഓഡിയൻസ് ആരൊക്കെയായിരുന്നു? കൺസിസ്റ്റിംഗ് ഓഫ് 5000 സ്റ്റുഡൻസ്, ഏകദേശം 5000-ഓളം കുട്ടികളും ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അവരുടെ കുടുംബവും ഉണ്ടായിരുന്നു. ശാസ്ത്രം നാഷനെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നതായിരുന്നു എന്റെ ഒരു ടോപ്പിക്. ആഫ്റ്റർ മൈ അഡ്രസ്, എന്റെ സ്പീച്ചിന് ശേഷം ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വർ റൈസ്ഡ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ഞാൻ ആ ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം ഏകദേശം 100 കണക്കിന് കൈകൾ ഉയർന്നു വന്നു. എന്തിനായിരുന്നു? ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, ഡൗട്ട്സ് ചോദിക്കാൻ. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദ ലാസ്റ്റ് റോ ടു ദി ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഏകദേശം എല്ലാവർക്കും ആൻസർ കൊടുക്കുക എന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്റെ ആ ഒരു സമയത്തിന്റെ അപര്യാപ്തത കൊണ്ടും ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ക്ലാസിന്റെ ആ ഒരു ഓഡിയൻസിന്റെ ഫസ്റ്റ് റോ മുതൽ ലാസ്റ്റ് വരെയായിട്ട് ഞാൻ ഏകദേശം 12 പേരെ റാൻഡമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തു. ഏകദേശം 12 പേരെ ഞാൻ സെലക്ട് ചെയ്തു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡന്റ്. അതിൽ നിന്നും ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിലൊരു കുട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ്. അതെന്തായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ ഹു ഹാഡ് കം ഫ്രം എ ഫാർ എവേ വില്ലേജ്. ആ ക്വസ്റ്റ്യൻ ഒരു ടീനേജറിൽ നിന്നായിരുന്നു. ഓക്കെ, ഒരു കൗമാരക്കാരന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവൻ വന്നിരുന്നത് ഒരു വളരെ ദൂരെയുള്ളൊരു വില്ലേജിൽ നിന്നുമായിരുന്നു അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഹി വാസ് നെർവസ്. അവൻ ആകെ ഒരു നെർവസ് ആയിരുന്നു, ഒരു എന്താ പറയാ, പേടിയുള്ളവനായിരുന്നു. ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. പക്ഷെ അവൻ എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ യുവത്വത്തിന്റെ ഒരു പ്രതിനിധിയും കൂടെ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. ബോയ് സംസാരിക്കാൻ തുടങ്ങി. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. സാർ, എനിക്കറിയില്ല എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ആം നെർവസ്. ഞാൻ ആകെ നെർവസ് ആയിട്ടുണ്ട്. I have not asked any question in my class. ഞാൻ എന്റെ ക്ലാസ്സിൽ ഇതുവരെ ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. I need to have confidence. എനിക്ക് ആത്മവിശ്വാസം വേണ്ടിയിരിക്കുന്നു. But I have not gained any confidence through my education during all these years. എനിക്ക് ആത്മവിശ്വാസം വേണം. പക്ഷെ എന്റെ ഇത്രയും കാലത്തെ വിദ്യാഭ്യാസത്തിൽ നിന്നും എനിക്ക് ആ ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടില്ല. I am afraid to talk to my teachers. ഞാൻ എന്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. I am afraid to talk to my friends. എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പേടിയാണ്. Whenever I talk, എപ്പോഴൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും I compare myself with other students. ഞാൻ എന്നെ മറ്റു സ്റ്റുഡൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. And their elegant dress, അവരുടെ നല്ല വസ്ത്രങ്ങളുമായിട്ടും. പ്ലീസ് ടെൽ മീ, ദയവ് ചെയ്ത് എന്നോട് പറഞ്ഞു തരൂ. I want to become a marine engineer. ഞാനൊരു മറൈൻ എഞ്ചിനീയർ ആവാനാണ് ഇഷ്ടപ്പെടുന്നത്. I want to travel in a ship. ഞാനൊരു ഷിപ്പിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. I want to be the captain of the ship. എനിക്ക് ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനായി മാറണം. I want to build the engine of the ship. എനിക്ക് ആ ഒരു ഷിപ്പിന്റെ എഞ്ചിൻ സ്വയം നിർമ്മിക്കണം. I want to build the engine. Shall I be able to do all this, sir? എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുമോ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? എനിക്ക് ഈ ഒരു മിഷൻ എങ്ങനെ നേടിയെടുക്കാം? എനിക്ക് ഈ ഒരു കാര്യം എങ്ങനെ നേടിയെടുക്കാം? വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നമ്മുടെ ബോയിന്റെ ആ ഒരു ടീനേജറുടെ കൗമാരക്കാരന്റെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ഹായ് എവരിവൺ, ഏവർക്കും JM ലേൺ സെന്ററിലേക്ക് സ്വാഗതം. +1 +2 ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 ഐ വിൽ ഫ്ലൈ എന്ന APJ അബ്ദുൽ കലാമിന്റെ ഒരു ചാപ്റ്ററാണ്. ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്കതിന്റെ ബാക്കി നോക്കാം.
The question was from a teenager who had come from a far away village. ആ ഒരു ക്വസ്റ്റ്യൻ അബ്ദുൽ കലാമിനോട് കുറെ പേര് ക്വസ്റ്റ്യൻ ചോദിക്കാൻ എണീറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ അബ്ദുൽ കലാം ആകെ 12 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇതിൽ നിന്നും ഒരാളുടെ ക്വസ്റ്റ്യൻ ആണ് അബ്ദുൽ കലാം ഇവിടെ നമ്മോട് പങ്കുവെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. ഒരു കൗമാരക്കാരന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ടീനേജർ ഒരു കൗമാരക്കാരന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഹു ഹാഡ് കം ഫ്രം എ ഫാർ എവേ വില്ലേജ്. അവനൊരു ഉൾഗ്രാമത്തിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹി വാസ് നെർവസ് ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. അവൻ നെർവസ് ആയിരുന്നു. ഹി വാസ് നെർവസ് എന്ന് പറഞ്ഞാൽ അവനാകെ ഒരു പേടിയുള്ള ഭയപ്പെട്ടവനായിരുന്നു. ആൻഡ് എ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ യുവത്വത്തിന്റെ ഒരു ശരിയായ പ്രതിനിധി തന്നെയായിരുന്നു അവൻ എന്ന് വേണമെങ്കിൽ പറയാം. ദ ബോയ് ബിഗാൻ സ്പീക്കിംഗ്. ബോയ് സംസാരിക്കാൻ തുടങ്ങി. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. സർ, എനിക്ക് എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ആം നെർവസ്. ഞാൻ പേടിയുള്ളവനാണ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ എന്റെ ക്ലാസ്സിൽ ഇതുവരെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് കോൺഫിഡൻസ് ആവശ്യമാണ്. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ഓൾ ദീസ് ഇയേഴ്സ്. ഇക്കാലം അത്രയുമുള്ള എന്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് എന്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയാണ്. കൂടാതെ ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് പോലും സംസാരിക്കാൻ എനിക്ക് പേടിയാണ്. വെനെവർ ഐ ടോക്ക്, ഞാൻ എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും ഐ കമ്പയർ മൈസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ദെയർ എലഗന്റ് ഡ്രസ്. ഞാൻ എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവരുമായിട്ടും അവരുടെ ആ നല്ല ഡ്രസ്സുകളുമായിട്ടും ഒക്കെ ഞാൻ എന്നെ കമ്പയർ ചെയ്യുന്നു. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എന്റെ ആഗ്രഹം എന്താണ്? ഞാനൊരു മറൈൻ എഞ്ചിനീയർ ആവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്കൊരു കപ്പലിൽ യാത്ര ചെയ്യണം. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് ആ ഷിപ്പിന്റെ ക്യാപ്റ്റനായി മാറണം. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. ആ ഷിപ്പിന്റെ എൻജിൻ എനിക്ക് സ്വയം പണിതുണ്ടാക്കണം. ഐ വാണ്ട് ടു ബി ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദിസ് സർ. സർ, എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുമോ? ഇതായിരുന്നു. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ. എനിക്ക് ഈ മിഷൻ എങ്ങനെ നേടിയെടുക്കാം? വാട്ട് ഷുഡ് ഐ ഡു. ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ഇതായിരുന്നു നമ്മുടെ ബോയിന്റെ ക്വസ്റ്റ്യൻ. ആ ഒരു കൗമാരക്കാരൻ ചോദിച്ച ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me, wondering what Kalam was going to say. The sincere question of a young village boy. ഈ ഒരു ക്വസ്റ്റ്യൻ അവസാനിച്ചപ്പോൾ ആ ഒരു സദസ്സിലുണ്ടായിരുന്ന ചീഫ് മിനിസ്റ്റർ അടക്കമുള്ള സദസ്യരും പിന്നെ ആ ഓഡിയൻസും അവരെല്ലാവരും എന്നെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തായിരിക്കും കലാം സർ ഈ ഒരു വില്ലേജ് ബോയുടെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുന്നുണ്ടാവുക എന്നിട്ട്. ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെഡ്. ഞാൻ ആ ക്വസ്റ്റ്യനെ കുറിച്ച് ചിന്തിച്ചു. പിന്നെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഐ സെഡ്, മൈ ഡിയർ ഫ്രണ്ട്, ഞാൻ പറയാൻ പോവുകയാണ്. You have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ള, എന്റെ ഇക്കാലം അത്രയുള്ള ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള മില്യൺ കണക്കിന് കുട്ടികൾ, സ്കൂൾ കുട്ടികളുടെ ക്വസ്റ്റ്യനിൽ നിന്നും വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നീ എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ആ ചോദ്യത്തെ വിലമതിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. എനിക്കറിയാം നിങ്ങൾ കുറെ ആളുകളുടെ ഭയത്തെയാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യന്റ് പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ഞാൻ ഒരു പോയമുണ്ട്, ഐ വിൽ ഫ്ലൈ. ഒരു ആൻഷ്യന്റ് പോയമാണ്, ഒരു ഓൾഡ് പോയമാണ്. അത് ഞാൻ ഇവിടെ ഒന്ന് റിസൈറ്റ് ചൊല്ലാൻ പോവുകയാണ്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. സോ ഐ ആം നോട്ട് മെൻ ഫോർ ക്രൗളിംഗ്. ഐ ഹാവ് വിങ്സ്. ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. എനിക്ക് ആവശ്യമായ പൊട്ടൻഷ്യൽ ഉണ്ട്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ എന്തുമായിട്ടാണ് ജനിച്ചത്?
ആവശ്യമായ നന്മയും വിശ്വാസവുമുണ്ട്. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. സ്വപ്നങ്ങളുണ്ട്, സ്വപ്നങ്ങളും ആശയങ്ങളുമായിട്ടാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. മഹത്വത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകുകളോട് കൂടിയാണ് ഞാൻ ജനിച്ചത്. സോ ഐ ആം നോട്ട് മെന്റ് ഫോർ ക്രൗളിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇഴയാനുള്ളവനല്ല. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ വിൽ ഫ്ലൈ. ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഇതാണ് ആ പോയം. ഈ പോയം ചൊല്ലിയിട്ട് കലാം ആൻസർ പറയാണ്. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് യുണീക്ക് ആവാൻ പറ്റും, നിങ്ങൾ മാത്രമായിട്ട് എങ്ങനെ ഒന്നാമനാവാൻ പറ്റും എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 മില്യൺ യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ ദശാബ്ദം, 10 വർഷം. ഓക്കെ, ഇൻ എ ഡെക്കേഡ്സ് ടൈം, ഒരു ദശാബ്ദത്തിനുള്ളിൽ ഞാൻ 15 മില്യൺ യൂത്തിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. 15 മില്യൺ യുവത്വങ്ങളെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ലേൺഡ് എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. എനിക്ക് മനസ്സിലായത് എന്താണ്, ഓരോ യുവാവും ഓരോരുത്തരും എന്താഗ്രഹിക്കുന്നു, അവർ യുണീക്ക് ആവണമെന്ന്, അവർ ഒന്നാമനാവണം. എങ്ങനെ ഒന്നാമനാവണം? അവരായിട്ട് തന്നെ ഒന്നാമനാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ബട്ട് ദ വേൾഡ് ഓൾ അറൌണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ്. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ലോകം ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. രാവും പകലും പണിയെടുത്തിട്ട് എന്താക്കുന്നു, നിങ്ങളെ മറ്റുള്ളവരെ പോലെയാക്കി മാറ്റുന്നു. ഇൻ യുവർ ഹോം, നിങ്ങളുടെ വീട്ടിൽ, ഡിയർ യങ് ഫെലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരന്റ്സ് ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്. നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ അയൽപ്പക്കത്തുള്ള കുട്ടികളെ പോലെ നല്ല മാർക്ക് വാങ്ങൂ എന്നാണ് അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. വെൻ യു ഗോ ടു സ്കൂൾ, ഇനി നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ, യുവർ ടീച്ചർ സേസ് വൈ ഡോണ്ട് യു ബിക്കം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. എന്തുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ 5 റാങ്കുകാരെ പോലെ ആകുന്നില്ല? വേറെവർ യു ഗോ പീപ്പിൾ സേ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, വീട്ടിലല്ല, സ്കൂളിലല്ല, വേറെ എവിടെ പോവുകയാണെങ്കിലും, പീപ്പിൾ സേ, ആൾക്കാർ പറയുന്നത് എന്താണ്, യു ഹാവ് ടു ബി സംബഡി എൽസ് ഓർ എവരിബഡി എൽസ്. നിങ്ങൾ ഒന്നുകിൽ ഒരാളെ പോലെ ആകണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആകണം എന്നാണ് പറയുന്നത്. നോ ഡിയർ യങ് ഫ്രണ്ട്സ്, ഹൗ മെനി ഓഫ് യു വുഡ് ലൈക്ക് ടു ബി യുണീക്ക് യുവർ സെൽഫ്. നിങ്ങളിൽ എത്ര പേരാണ് നിങ്ങളായിട്ട് തന്നെ ഒന്നാമനാകണം എന്ന് ആഗ്രഹിക്കുന്നത്? The challenge, my dear young friends, is that you have to fight the hardest battle which any human being can never imagine, and never stop fighting until you arrive at your destined place. That is a unique you. The challenge, ആ ഒരു വെല്ലുവിളി എങ്ങനെയായിരിക്കും? The challenge is that you have to fight the hardest battle which any human being can never imagine. ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത, ഇമാജിൻ ചെയ്യാത്ത അത്ര ബുദ്ധിമുട്ടേറിയ, അത്ര പ്രയാസമേറിയ വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻഡ് പ്ലേസ്. നിങ്ങൾ തീരുമാനിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് വരെ, ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് വരെ നിങ്ങളുടെ ഫൈറ്റ്, നിങ്ങളുടെ ആ ഒരു യുദ്ധം നിങ്ങൾ ഒരിക്കലും അവസാനിപ്പിക്കരുത്. ദാറ്റ് ഈസ് എ യുണീക്ക് യു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളായിട്ട് ഒന്നാമനാകൂ. ഇതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടെ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.